Good morning, students. Today we are discussing about Cooperative Societies Act and rules. The first legislation on cooperation was brought in 1904. The British rulers were responsible for the introduction of the legislation. Actually, the socio-economic condition prevailed in the country caused such a legislation. In 1892, the British government deputed Sir Frederick Nicholson to study the working of credit societies and report the possibility of introducing similar one in India. Mr. Nicholson recommended the formation of credit society in the villages on the pattern of Raiffeisen credit societies in Germany. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ പാസ്സാക്കപ്പെട്ടത് 1904 ബ്രിട്ടീഷ് ഗവൺമെൻറ്റും അന്നുണ്ടായിരുന്ന സോഷ്യോ എക്കണോമിക് കണ്ടീഷനുമാണ് അതിന് കാരണമായത്. 1892 ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനും അത്തരത്തിലുള്ള ക്രെഡിറ്റ് സൊസൈറ്റികൾ നമ്മുടെ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാനും ഫ്രെഡറിക് നിക്കോൾസൺ എന്നുള്ള വ്യക്തിയെ നിയമിച്ചു. അദ്ദേഹം ജർമ്മനിയിലെ റൈഫീസൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് നമ്മുടെ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓൾസോ അപ്പോയിൻറ്റഡ് അനദർ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് എഡ്വേർഡ് ലോ ഇൻ 1901 to take preliminary steps for the introduction of the legislation. On the basis of this report, cooperative legislation called Cooperative Credit Societies Act 1904 was done. Next, we are discussing about Cooperative Credit Societies Act 1904. As already said, this is the first cooperative legislation in India, and it is regarded as the basic act and the cornerstone of cooperative movements. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ്റെ ബേസിക് ആക്ട് എന്നറിയപ്പെടുന്നതും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കോർണർ സ്റ്റോൺ എന്നും അറിയപ്പെടുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി ആക്ട് വാസ് ടു എൻകറേജ് പ്രൊമോഷൻ ഓഫ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എമംഗ് അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് പേഴ്സൺസ് ഓഫ് ലിമിറ്റഡ് മീൻസ്. ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ത്രിഫ്റ്റ്, ദാറ്റ് മീൻസ് പ്രൊമോഷൻ ഓഫ് സേവിങ് മെൻറ്റാലിറ്റി, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എമംഗ് അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് പേഴ്സൺസ് ഓഫ് ലിമിറ്റഡ് മീൻസ്. Then we are discussing the main provision of 1904 Act. First one, any 10 person living in the same village or town can form a cooperative society. സെയിം വില്ലേജിൽ താമസിക്കുന്ന അല്ലെങ്കിൽ സെയിം ടൗണിൽ താമസിക്കുന്ന 10 ആളുകൾ ഉണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രൊവിഷൻ. ദാറ്റ് ഈസ് മിനിമം പേഴ്സൺ റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് 10. നെക്സ്റ്റ് വൺ, ഓൾ ദ സൊസൈറ്റി were classified into 2, rural society and urban society. കോപ്പറേറ്റീവ് സൊസൈറ്റികളെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, റൂറൽ സൊസൈറ്റി എന്നും അർബൻ സൊസൈറ്റി എന്നും. നെക്സ്റ്റ് വൺ, 4/5 of the members in rural society should be agriculturist and 4/5 of the members of urban society should be non-agriculturist. റൂറൽ സൊസൈറ്റിയിലെ മെജോറിറ്റി മെമ്പേഴ്സ്, ദാറ്റ് ഈസ് 4/5 ഓഫ് ദ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. അർബൻ സൊസൈറ്റിയിലെ 4/5 ഓഫ് ദ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ലയബിലിറ്റി ആണ്. ദ ലയബിലിറ്റി ഓഫ് ദ റൂറൽ സൊസൈറ്റി ഷുഡ് ബി അൺലിമിറ്റഡ് ആൻഡ് ഇൻ ദ അർബൻ സൊസൈറ്റി ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഓപ്ഷൻ ഓഫ് മെമ്പേഴ്സ്. റൂറൽ സൊസൈറ്റികളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. എന്നാൽ അർബൻ സൊസൈറ്റികളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഓപ്ഷൻ ഓഫ് ദി മെമ്പേഴ്സ്. അതായത് മെമ്പേഴ്സിന് തീരുമാനിക്കാം എന്നാണ്. ലിമിറ്റഡ് ലയബിലിറ്റി ആണോ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണോ തീരുമാനിക്കാനുള്ള അവകാശം മെമ്പേഴ്സിനുണ്ടായിരുന്നു ഇൻ ദ കേസ് ഓഫ് അർബൻ സൊസൈറ്റി. നെക്സ്റ്റ് വൺ, ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് വെർ ഫോംഡ് അക്കോർഡിംഗ് ടു ദി ആക്ട്. ഈ ആക്ട് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഫോം ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. ദർ ആർ സോ മെനി അതർ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സച്ച് ആസ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എക്സെട്ര എക്സെട്ര. ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളൊന്നും ഫോം ചെയ്യാനുള്ള പ്രൊവിഷൻ 1904 ആക്ടിൽ ഉണ്ടായിരുന്നില്ല. 1904 ആക്ട് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഫോം ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, the organization and the control of the society will be vested in the Register of Cooperative Societies. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കൺട്രോളും ഓർഗനൈസേഷനും
ചെയ്തിരുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. രജിസ്ട്രാർ ഈസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ്. Then the accounts of the society should be audited by the registrar. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും either it is rural society or urban society അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത് രജിസ്ട്രാർ ആയിരുന്നു. നെക്സ്റ്റ് വൺ, 25% of the surplus should be allotted to reserve fund. There is no provision for the distribution of profit. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സർപ്ലസിൻ്റെ 25% നിർബന്ധമായ റിസർവ് ഫണ്ടിലേക്ക് മാറ്റണമായിരുന്നു. ബാക്കിയുള്ള പ്രോഫിറ്റ് മെമ്പേഴ്സിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വൺ, ദ സൊസൈറ്റീസ് വിൽ എൻജോയ് സർട്ടൈൻ പ്രിവിലേജസ് ലൈക്ക് എക്സംഷൻ ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ, ഇൻകം ടാക്സ് എക്സെട്ര. സൊസൈറ്റികൾ ചില പ്രത്യേക ആനുകൂല്യങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. അതായത് അവർക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടിയിരുന്നില്ല, രജിസ്ട്രേഷൻ ഫീ കൊടുക്കേണ്ടിയിരുന്നില്ല, സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടിയിരുന്നില്ല. ലാസ്റ്റ് വൺ, മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ വർക്കിംഗ് ഓഫ് സൊസൈറ്റി വർ ടു റൈസ് ഫണ്ട് ബൈ വേ ഓഫ് ഡിപ്പോസിറ്റ് രീതിയിൽ ഫണ്ടുകൾ റേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ വർക്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ്, limitation of 1904 Act. First one, there was no provision in the Act for the organization of societies other than credit. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അല്ലാതെ വേറൊരു തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഫോം ചെയ്യാനുള്ള പ്രൊവിഷൻ 1904 ആക്റ്റിൽ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വൺ, there was no provision for the formation of central bank as financing institution. അതായത് ഒരു ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ആക്ട് ചെയ്യാൻ ഒരു സെൻട്രൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഈ ആക്റ്റിൽ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വൺ, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ഇൻ ടു റൂറൽ ആൻഡ് അർബൻ വാസ് ഫൗണ്ട് ടു ബി അൺസയൻറ്റിഫിക്. നമ്മൾ പറഞ്ഞു സൊസൈറ്റിയെ റൂറൽ സൊസൈറ്റി എന്നും അർബൻ സൊസൈറ്റി ആയിട്ടുമാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് വാസ് ഫൗണ്ട് ടു ബി അൺസയൻറ്റിഫിക്. Next one, there was no provision for the distribution of profit. പ്രോഫിറ്റ് മെമ്പേഴ്സിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് വൺ, ദ പ്രൊവിഷൻ ഓഫ് ആനുവൽ ഓഡിറ്റ് ബൈ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ബിക്കം ഡിഫിക്കൽട്ട് ആസ് ദ നമ്പർ ഓഫ് സൊസൈറ്റീസ് ആഡ് ഇൻക്രീസ്ഡ് കൺസിഡറബിളി. നമ്മൾ പറഞ്ഞു എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ഓഡിറ്റ് നടത്തേണ്ടത് രജിസ്ട്രാറാണ്. ആ രജിസ്ട്രാർ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ഓഡിറ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നടത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഓരോ ദിവസവും കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എണ്ണം വർദ്ധിച്ച് വന്നിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.